ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹം കൊണ്ട് ലോകമനസാക്ഷിയെ കീഴ്പ്പെടുത്തിയ കാരുണ്യവാനായ യേശുദേവ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുഴുവൻ ചൈതന്യവും ഞങ്ങളുടെ ജീവിതത്തിൽ നീ പകർത്തണമേ. ഈ ലോക ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിച്ചും അനേകർക്ക് മാതൃകയുമായിട്ട് തീരാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ജനക്കൂട്ടത്തോട് അങ്ങ് പുലർത്തിയ മനോഭാവം ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ ജീവിതചര്യകളിലും രൂപപ്പെടുത്താൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജനക്കൂട്ടത്തോട് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അകലം സൂക്ഷിക്കേണ്ടി വരുന്നത്? ജനക്കൂട്ടം എന്ന വാക്കുപോലും ഒരുപക്ഷെ നമ്മളുടെ ഉള്ളിലെ ഒരു തരം ഞെടുക്കം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് രൂപപ്പെടുന്നത്? അനാദരവിൻ്റെയും മറ്റുള്ളവരെ മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെയും ഒക്കെ പര്യായമായിട്ട് മാറുന്നുണ്ട് ജനക്കൂട്ടം എന്ന വിചാരം. നമ്മളുടെ മനസാക്ഷി പോലും കളഞ്ഞു പോകുന്നത് പലപ്പോഴും ജനക്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്നവർ ചെയ്യുന്ന പാപങ്ങളുടെ ഭാരത്തേക്കാൾ ഇരട്ടിയായിട്ട് നമ്മൾ ചെയ്യുന്നത് ജനക്കൂട്ടത്തോട് കൂടെ ആയിരിക്കുമ്പോഴാണെന്ന് സൈക്കോളജി ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാൻ ധൈര്യപ്പെടാതെ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു ജനക്കൂട്ടമാകുമ്പോൾ അവളോട് എത്ര മോശപ്പെട്ട രീതിയിലാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. ജനക്കൂട്ടത്തിന് എന്തോ ചില പിശകുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബൈബിളിൻ്റെ താളുകൾ ആദ്യത്തെ ഉൽപ്പത്തി മുതൽ അവസാനത്തെ വെളിപാടിൽ വരെ ഈ ജനക്കൂട്ടത്തെക്കുറിച്ചുള്ള ചിതറിയ ചില വിചാരങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ജനക്കൂട്ടം ചില കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നതും അതിൻ്റെ ചില നഷ്ടങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് നയിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടും ആ ഇസ്രായേൽ ഒരു കൂട്ടമായിട്ട് ജനക്കൂട്ടത്തെ പോലെ പെരുമാറിയപ്പോൾ അവർക്ക് ഇസ്രായേലിൻ്റെ ആ പച്ചപ്പിലേക്ക് കടക്കുന്നതിനുള്ള പലപ്പോഴും ചില വിഘ്നങ്ങൾ സംഭവിച്ചു. കാളക്കുട്ടിയെയും കഴുതക്കുട്ടിയെയും ആരാധിക്കുന്ന രീതിയിൽ ജനം മാറിയത് ജനക്കൂട്ടമായതിൻ്റെ പേരിൽ സംഭവിച്ചതാണ്. ഒറ്റയ്ക്ക് ഒരു ദുരന്തമുണ്ടാകുന്നതിനേക്കാൾ ഇരട്ടി സംഭവിക്കുന്നുണ്ട് ജനക്കൂട്ടത്തിൻ്റെ കൂടെ സംഭവിക്കുമ്പോൾ. പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഈ ജനക്കൂട്ടത്തിൻ്റെ ചില വിചാരങ്ങൾ, ചില വ്യംഗ്യാർത്ഥങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കൂടെ പലപ്പോഴും ഒരു ജനക്കൂട്ടത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു ജനക്കൂട്ടത്തോടു കൂടെ സഞ്ചരിച്ചിരുന്നു എന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ ഒരു പറ്റം ജനക്കൂട്ടം രൂപപ്പെട്ടിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ. പക്ഷെ ഈ സുവിശേഷങ്ങളിലൊക്കെ ഈ ജനക്കൂട്ടത്തെ മുഴുവൻ ക്രിസ്തു രൂപപ്പെടുത്തിയതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് മുഴുവൻ സൗഖ്യം കൊടുക്കുന്നതായിട്ടോ നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല. മറിച്ച് ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് കർത്താവിൻ്റെ വിളിമ്പിൽ, വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുന്നവർക്ക് മാത്രമാണ് ക്രിസ്തു പലപ്പോഴും അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ജനക്കൂട്ടം എല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കൈനീട്ടിയപ്പോഴല്ല ക്രിസ്തു ആ 5 അപ്പവും 2 മീനും ഒക്കെ എടുത്ത് വാഴ്ത്തുന്ന അതിസുന്ദരമായ ഹൃദയസ്പർശിയായ രംഗങ്ങളൊക്കെ രൂപപ്പെടുന്നത്. മറിച്ച് ജനക്കൂട്ടം ഒന്നും കൊടുക്കാതിരുന്ന സമയത്ത് ഒരു ബാലൻ തൻ്റെ കയ്യിലുള്ളത് കർത്താവിൻ്റെ മുൻപിലേക്ക് നീട്ടിക്കൊടുത്തപ്പോഴാണ് കർത്താവ് അത് ഇരട്ടിയായിട്ട് അത്ഭുതങ്ങളുടെ വലിയ വലിയ വർണ്ണചാരുതയൊക്കെ അവർക്ക് സമ്മാനിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഈ ജനക്കൂട്ടത്തോട് ക്രിസ്തു പുലർത്തിയ ചില രീതികളെക്കുറിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്.
ജനക്കൂട്ടം ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തു ചെയ്യുന്നത് എന്താ? ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതായ ഒരു കാര്യമുണ്ട്. ജനക്കൂട്ടത്തോട് ക്രിസ്തുവിനെ അനുകമ്പ തോന്നി എന്നൊരു വാക്യം. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ജനക്കൂട്ടത്തിൽ നിൽക്കുന്നവരാ. പക്ഷെ നമ്മുടെ ഉള്ളിലെ രൂപപ്പെടേണ്ട ചില ആശയങ്ങളെക്കുറിച്ച് ക്രിസ്തു ശക്തമായ രീതിയിൽ ഇന്ന് നമ്മളോട് ഈ ഒരു ഉപമയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലൂടെ ക്രിസ്തു പറയുന്നുണ്ട്. ജനക്കൂട്ടം എപ്പോഴും ഇതുപോലെയുള്ള സങ്കടങ്ങളിലൂടെ പോകുന്നവരാ. ആ ജനക്കൂട്ടത്തോടെ കൂടെ നിൽക്കാതെ ഒന്ന് മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമോ എന്ന ഇന്ന് സുവിശേഷം നമ്മളോട് ചോദിക്കുന്നത്. ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ സുന്ദരമായൊരു രംഗമുണ്ട്. ആ അപ്പം വർദ്ധിപ്പിച്ച് അനേകർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം അവൻ മാറി ഒരു മലയിലേക്ക് കയറിപ്പോയിട്ട് ദൈവത്തോട് കൂടെ പോയിരുന്നു പ്രാർത്ഥിച്ചു എന്ന്. സ്നേഹമുള്ളവരെ, ഈ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി ഒന്ന് നിൽക്കാനുള്ള ഒരു സന്നദ്ധത എനിക്കും നിങ്ങൾക്കും രൂപപ്പെടാനാവോ എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ സമയം ധ്യാനിക്കാൻ പോവാ. ഒന്ന് വ്യത്യസ്തമായി നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? എല്ലാം നോർമലായിട്ട് പോകുന്നതിൽ നിന്ന് ഒന്ന് മാറി നിന്ന് ചിന്തിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ചില വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തും. 2 വിശറി വിൽപ്പനക്കാരെ കുറിച്ചുള്ള ഒരു പൊട്ടഫലിതം കേട്ടിട്ടുള്ളത് എങ്ങനെയാണ്? 2 പേരും കൂടിയിട്ട് വിശറി വിൽക്കാനായിട്ട് പോവാ. അതില് ഒരുത്തൻ വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ഈ വിശറി നല്ല വിശറിയാ, 20 രൂപയുള്ളൂ ഈ വിശറിക്ക്, താങ്കൾക്ക് വേണമെങ്കിൽ മേടിക്കാനൊക്കെ രാവിലെ മുതൽ വൈകിട്ട് വരെ പറഞ്ഞിട്ടും ഒരാൾ പോലും അവന്റെ വിശറി വാങ്ങുന്നില്ല. ഇനി മറ്റ് അവനോട് കൂടെ നിൽക്കുന്നവനാകട്ടെ വളരെ വാചാലനായിട്ട് വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ കയ്യിലുള്ള വിശറി വിൽക്കാനായിട്ട് ശ്രമിക്കുക. അവൻ പറയാ, ഇത് സാധാരണ വിശറിയല്ല, ഒരുപാട് പ്രത്യേകതകളുള്ള വിശറിയ. ഈ വിശറി 50 അല്ല, അനേകം വർഷങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ സാധാരണയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പറയാം. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവന്റെ മുഴുവൻ വിശറിയും ചെലവായിട്ട് പോവാ. സഹതാപം തോന്നിയിട്ട് ആ കൂട്ടുകാരന്റെ വിശറി പോലും അദ്ദേഹം മേടിച്ച് ഇതുപോലെ തന്നെ പറഞ്ഞു, ദേ ഈ വിശറിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ളതാ, അനേകം വർഷങ്ങൾ ഇത് ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞ് അതും അങ്ങനെ ചെലവാക്കി കൊടുക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ വിശറി വാങ്ങിയവർ മുഴുവൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് വഴക്ക് പറയാനായിട്ട് വരിക. ഒരു വട്ടം വിശറി വീശുമ്പോഴേക്കും ആ വിശറി മുഴുവൻ കേടായി പോകുന്നതായിട്ടാ അവരുള്ളവര് മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നിട്ട് പറയാ, താനല്ലേ പറഞ്ഞ വിശറി അനേക വർഷങ്ങൾ ഉപയോഗിക്കാം, എന്നിട്ട് എന്തുകൊണ്ടാ ഒരു വട്ടം വീശുമ്പോഴേക്കും ഈ വിശറി കേടായത് എന്നുള്ളത്. സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു, സ്നേഹമുള്ളവരെ, ഈ വിശറിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു. അതെ, സാധാരണ വിശറി പോലെയല്ല. സാധാരണ വിശറി ഇങ്ങനെയാണ് വീശേണ്ടതെങ്കിൽ ഈ വിശറി അങ്ങനെ വീശാനുള്ളതല്ല. പിന്നെന്താ, ഇത് വിശറി നിങ്ങളുടെ മുഖത്തോട് ചേർത്ത് പിടിക്കുക, അതിനുശേഷം നിങ്ങളുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക മാത്രമേ വേണ്ടുള്ളൂ. ഇതാണ് ഈ വിശറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് സാധാരണയിൽ നിന്ന് ഒന്ന് മാറി നിന്ന് പറയാം. കേട്ടവര് മുഴുവൻ അതനുസരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി എന്നൊക്കെയുള്ള ഒരു ഫലിതം കേട്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഈ സാധാരണ ജനക്കൂട്ടത്തോടു കൂടെ പോകുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കും ഒന്ന് മാറി ഈ ജനക്കൂട്ടത്തെ രൂപപ്പെടുത്താനുള്ള ഒരു വരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്നും ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അത്ഭുതങ്ങളെ കുറിച്ച് മാത്രമൊന്നുമല്ല. നമ്മളുടെ മിഴികള് ഒന്ന് സാധാരണയിൽ നിന്ന് ഒന്ന് മാറി നിന്ന് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാനും എന്നതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ അവസ്ഥകൾ മുഴുവൻ പോകേണ്ടത്. ക്രിസ്തു സുഖപ്പെടുത്തിയവരുടെ മുഴുവൻ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിച്ചേ. ആ സക്കേവൂസിനെ എന്തുകൊണ്ടാ ക്രിസ്തു സൗഖ്യം കൊടുത്തേ? അത് ആ ജനക്കൂട്ടത്തിന്റെ ഹൃദയത്തിലേക്ക് കടക്കാതെ അതിൽ നിന്നും മാറിയിട്ട് ഒന്ന് ചിന്തിച്ചതിന്റെ പേരില്ല. എല്ലാവരും ജനക്കൂട്ടത്തോടു കൂടെ നടക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിനെ ഒരു നോക്ക് കാണണം എന്ന് പറഞ്ഞ് എല്ലാവരുടെ ഇടയിൽ നിന്നും മാറി ഒന്ന് കയറി നിൽക്കുക. ആ സിക്കമൂർ എന്ന് പറയുന്ന മരത്തിന്റെ മുകളിലേക്ക് കയറി നിൽക്കുമ്പോഴാണ് ക്രിസ്തു എന്ത് ചെയ്യുന്നത്? അവനെ വിളിച്ചു കൊണ്ടുവന്ന് അവനെ അത്ഭുതങ്ങളുടെ പുതിയ പുതിയ ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. ആ പാപിനി എന്നൊക്കെ പറയുന്ന സമറിയക്കാരി സ്ത്രീയെ നോക്കിയൻ, എല്ലാവരുടെയും കൂടെ അല്ല അവള് വെള്ളം കോരാനായിട്ട് വരുന്നത്. കാരണങ്ങൾ പലതുണ്ടാവും. പക്ഷെ ക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചത് എപ്പോഴാ? ആ ജനക്കൂട്ടത്തോടു കൂടെ വന്നപ്പോഴല്ല, മറിച്ച് അവൾ ഒറ്റയ്ക്ക് തമ്പുരാന്റെ മുമ്പിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന രീതിയിൽ പറഞ്ഞപ്പോഴാ ക്രിസ്തു അവളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്. രാത്രിയിൽ വന്ന നിക്കോദേമോസിനെയും ധ്യാനിക്കേണ്ടത് ഇത്തരം ഒരു വിചാരത്തോടെ ആയിരിക്കണം. എല്ലാവരും വരുന്ന അതേ ഫോർമാറ്റിലല്ല അദ്ദേഹം വന്നത്, മറിച്ച് എങ്ങനെയാ? രാത്രിയുടെ യാമത്തില് ഒരുപക്ഷെ മറ്റുള്ളവർ കാണരുത് എന്നുപോലും ചിന്തിച്ചിട്ടാ അവൻ അങ്ങോട്ട് കയറി വന്നത്. എന്നിട്ടും ക്രിസ്തുവിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവൻ സ്വന്തമാക്കുന്നുണ്ട് ഈ ഒരു ദൈവത്തിന്റെ വലിയ വലിയ ലോകത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളും ചില സ്വഭാവ രീതികളും ഒക്കെ അദ്ദേഹം സ്വന്തമാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ധ്യാനിക്കേണ്ടത് കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കാനായിട്ട് പറ്റുമോ?
ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് ജനക്കൂട്ടത്തെ രൂപപ്പെടുത്താനുള്ള വിളിയാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കുള്ളത്. ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടവനാണെന്നാ പറയുന്നത്. ഇത് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, വിളവധികം വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് വിളഭൂമിയിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമോ? ക്രിസ്തുവിന് വേണ്ടി ഒരു ചാവേറായിട്ട് അനേകരുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ ജനക്കൂട്ടത്തെ ഒന്ന് ഫോം ചെയ്യാൻ പറ്റുമോ? ക്രിസ്തു പറഞ്ഞതുപോലെ അവരോട് അനുകമ്പാർദ്രമായ രീതിയിൽ പെരുമാറാനായിട്ട് എനിക്കും നിങ്ങൾക്കും പറ്റുമോ? അതിനെ ആദ്യം അവർക്ക് കൊടുക്കേണ്ടത് എന്താ? ജനക്കൂട്ടത്തിന് കൊടുക്കേണ്ട ആദ്യത്തെ, അല്ലെങ്കിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട ആദ്യത്തെ വിചാരം എന്താ? അത് തീർച്ചയായിട്ടും മനുഷ്യ ജീവനെ കുറിച്ചുള്ള മഹത്വം നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം പഠിപ്പിച്ചാൽ മാത്രമേ ഈ ജനക്കൂട്ടത്തെ രൂപപ്പെടുത്താനും ജനക്കൂട്ടത്തിന്റെ ഫിലോസഫിയിൽ നിന്ന് അവരെ ഒന്ന് മാറ്റി പുതിയ ഒരു ചൈതന്യത്തിലേക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ. മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം മറക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദിവംഗതനായ മാർപ്പാപ്പ പറയുന്ന ഒരു വസ്തുനിഷ്ഠമായ ഒരു സത്യമുണ്ട്. മനുഷ്യന്റെ കാവൽക്കാരനാവേണ്ടവനാണ് ഓരോ വ്യക്തിയും. എന്നിട്ടും സംഭവിക്കുന്നത് എന്താ? കാവലാകേണ്ടവൻ കൊലയാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരോട് ചേർത്ത് പിടിച്ച് അവരെ കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജീവിത ശൈലി എനിക്കും നിങ്ങൾക്കും രൂപപ്പെടുത്താനായിട്ട് സാധിക്കണം, മനുഷ്യ ജീവന്റെ മഹത്വം കണ്ടെത്താനായിട്ട്. ദിവസങ്ങളിൽ വായിച്ച ഒരു കഥയോ ഒരു സംഭവമോ ഇങ്ങനെയാ. എന്നും നേരം വൈകി ക്ലാസ്സിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം വളരെ നേരത്തെ ക്ലാസ്സിലേക്ക് എത്തുക. കൂട്ടുകാരികളൊക്കെ അവളെ നോക്കി കളിയാക്കുന്നുണ്ട്. നീ എന്തുകൊണ്ടാ ഇന്ന് നേരത്തെ വന്നത്? സാധാരണ നീ എല്ലാ ദിവസവും നേരം വൈകി ക്ലാസ് കഴിയുമ്പോഴല്ലേ വരാറ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ക്ലാസ് ടീച്ചർ വന്ന് അറ്റൻഡൻസ് വിളിച്ചപ്പോൾ, ഇവളുടെ പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് എഴുന്നേറ്റ് നിന്ന് പ്രസന്റ് ടീച്ചർ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ആ ടീച്ചറുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നിട്ട് പറഞ്ഞു, എന്തു പറ്റി, നീ ഇന്ന് വളരെ നേരത്തെയാണല്ലോ എന്ന് പറഞ്ഞു. അവള് കണ്ണീരോടെ പറഞ്ഞു, ടീച്ചറെ ഇനി മുതൽ ഞാൻ നേരം വൈകി വരില്ല, ഇനി മുതലുള്ള ദിവസങ്ങളിൽ ഞാൻ വളരെ നേരത്തെ തന്നെ വരാം എന്ന് അവൾ സ്നേഹത്തോടെ പറയാം. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞതെന്ന് അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, 2 ദിവസം മുമ്പ് എൻ്റെ അമ്മ മരിച്ചു. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്, രോഗക്കിടക്കയിൽ കിടക്കുന്ന അമ്മയെ ശുശ്രൂഷിക്കുന്നതിന്റെ പേരില ഞാൻ ഈ ദിവസങ്ങളിൽ രാവിലെ അമ്മയ്ക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനും അമ്മയെ കുളിപ്പിക്കാനും ഒക്കെ വേണ്ടി ചെലവാക്കുന്നതിന്റെ പേരില എന്നും നേരം വൈകി വരാറുള്ളത്. എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന എൻ്റെ അമ്മ 2 ദിവസം മുമ്പ് മരിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നേരത്തെ ക്ലാസ്സിലേക്ക് വരാം എന്ന് പറഞ്ഞപ്പോൾ ആ കൂടിയിരുന്ന ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും ജീവിതത്തിൽ ഒരു തെളിച്ചം കൊടുക്കുക ആ ജീവന്റെ മാഹാത്മ്യത്തെക്കുറിച്ച്. സ്നേഹമുള്ളവരെ, പ്രോ ലൈഫ് മൂവ്മെന്റ് ഒക്കെ വളരെ ശക്തമായിട്ടുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗർഭത്തില് ഉരുവാകുന്ന സമയം തൊട്ട് അത് മനുഷ്യജന്മമാണെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു ലോകത്താണ് നമ്മള്. എന്നിട്ടും ഭ്രൂണഹത്യകളും അതുപോലെയുള്ള വൈകൃതങ്ങളും ഇന്ന് വളരെ പ്രിവലന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അറിയണം, മനുഷ്യന്റെ ജീവന്റെ മഹത്വം നമ്മൾ ഇന്ന് എങ്ങനെയൊക്കെയോ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് എന്നുള്ളത്. സ്നേഹമുള്ളവരെ, തൃശ്ശൂരുള്ള ഒരു മെഡിക്കൽ ഷോപ്പില് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയായിരുന്നു, ഒരു ദിവസം 70-ൽ പരം IPL ഗുളികകൾ ചെലവാകുന്നുണ്ടെന്ന്. ഒരു ദിവസം ഒരു മെഡിക്കൽ ഷോപ്പിൽ തന്നെ 70-ൽ പരം IPL ഗുളികകൾ ചെലവാകുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം എന്താ ഈ IPL ഗുളിക എന്നുള്ളത്. ഗർഭനിരോധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും മക്കളുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഇത്തരം ഗുളികകൾ ഒരു ദിവസം സാക്ഷര കേരളത്തില് ഇത്രമാത്രം വളർന്നും പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അറിയണം, മനുഷ്യന്റെ ജീവിതത്തിന് ഒരു വിലയില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനും എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിന്റെ ശിഷ്യരെ ഇനി കണ്ടെത്തേണ്ടത് ഈ മനുഷ്യജീവന്റെ മഹത്വത്തെക്കുറിച്ചൊന്ന് പ്രഘോഷിക്കാൻ പറ്റുമോ? ബി എ ബ്ലെസ്സിങ് എന്ന് പറയാൻ പറ്റുമോ? ഓരോ കുഞ്ഞും ഓരോ ബ്ലെസ്സിങ് ആയിട്ട് നമുക്കൊന്ന് കണ്ടെത്താനായിട്ട് പറ്റുമോ? ഈ ദിവസങ്ങളിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞ് സങ്കടത്തോടെ പാടുന്ന ചില വരികൾ മനസ്സിൽ കൊണ്ടുവരിക. അമ്മേ, എന്നെ ഒന്ന് ജനിക്കാൻ അനുവദിക്കുമോ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ മിഴിനീരോടുകൂടെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ എത്ര കരുണാർദ്ര ഹൃദയത്തോടു കൂടിയിട്ട് ആ കുഞ്ഞു പാടുന്നേ. എന്നിട്ട് നമ്മൾ അതിനെ മുഴുവൻ നശിപ്പിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ജനക്കൂട്ടത്തെ രൂപപ്പെടുത്തണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് ഈ ഒരു മനുഷ്യത്വത്തിന്റെ തലത്തെ നമുക്കൊന്ന് രൂപപ്പെടുത്താനായിട്ട് പറ്റുമോ? രണ്ടാമതായിട്ടുള്ളത് ചില ദർശനങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? വികലമായ വഴികളിലൂടെ സഞ്ചരിച്ചു പോകുന്നവരാ ജനക്കൂട്ടം.
സ്വന്തമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ അത് നിറവേറ്റാനോ ഒന്നും കഴിവില്ലാത്തവരുടെ പേരാ ജനക്കൂട്ടം എന്നുള്ളത്. അവർക്ക് വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ഇതാണ് വഴി എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കടമയുണ്ട്. പ്രകാശം പരത്തുന്ന ചില ജീവിതങ്ങളായിട്ട് നമുക്ക് മാറാൻ പറ്റുമോ? ആ ടി പത്മനാഭന്റെ കഥയൊക്കെ മനസ്സിലേക്ക് വീണ്ടും വരുന്നുണ്ട്. എത്ര സുന്ദരമായിട്ട് ആ ഒരു ചെറുകഥയിലൂടെ ഇത്തരം ചില കാര്യങ്ങൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണിക്കുന്നത്. ആത്മഹത്യയുടെ വക്കോളം എത്തിയ ഒരു ചെറുപ്പക്കാരന് ഒരു പെൺകുട്ടിയുടെ ക്രിയാത്മകമായ ഇടപെടൽ കൊണ്ട് അവള് അദ്ദേഹത്തിന് പുതിയ ഒരു ജീവിതത്തിന്റെ ദർശനം കൊടുക്കുക. ആ ദർശനം കിട്ടിയതിന്റെ പേരിൽ അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവൻ ലോകത്തെ മുഴുവൻ ചൈതന്യവത്തായ രീതിയിൽ നോക്കിക്കാണുന്ന രീതിയിൽ അദ്ദേഹം ജീവിച്ചു എന്നുള്ളൊരു വായന നമ്മൾ വായിക്കുന്നുണ്ട് പത്മനാഭന്റെ ആ ചെറുകഥയിൽ നിന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു പ്രകാശം കൊടുക്കുന്നവരായിട്ട് തീരാൻ പറ്റുമോ? ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ക്രിസ്തു പറയുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്തേണ്ടവരാ നമ്മള്. ക്രിസ്തുവിന്റെ വെട്ടം സ്വീകരിച്ചവരാ ഞാനും നിങ്ങളും. ക്രിസ്തു എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ തീ ഇടാനാണ് വന്നത്. എന്താ തീ? അത് ക്രിസ്തുവിന്റെ തീ എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ മുഴുവൻ പ്രകാശം കൊടുക്കുന്ന ഒരു തീയാ. ആ തീ കൊടുക്കുന്ന ഒരു പ്രക്രിയയിൽ എനിക്കും നിങ്ങൾക്കും പങ്കാളിയാകാനായിട്ട് പറ്റുമ്പോൾ നമ്മൾ ജനക്കൂട്ടത്തെ രൂപപ്പെടുത്തുന്നവരായിട്ട് തീരും. ദർശനങ്ങൾ കൊടുക്കുന്നവരാകും. വെറുതെ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, കാഴ്ചയുടെ കുറവല്ല നമുക്കുള്ളത്, ചില ദർശനങ്ങളുടെ അല്ലെങ്കിൽ നോക്കാനുള്ള ചില പ്രത്യേകതകളുടെ കുറവാ. കാണുന്നുണ്ട് നമ്മള്, പക്ഷെ ഈ നോക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും പറ്റുന്നുണ്ടോ? ഒരു കുഞ്ഞിനെ മാറോടെടുത്ത് നിൽക്കുന്ന അമ്മ അത് ഇഷ്ടമുള്ള ഒരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണേ എന്നല്ല പറയാറ്. പിന്നെ എന്താ പറയാറ്? എൻ്റെ കുഞ്ഞിനെ നന്നായിട്ടൊന്ന് നോക്കിക്കോണേ എന്നാ പറയാറ്. നോക്കുന്നത് എന്താ? നോക്കുന്നതും കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? നോക്കുക എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലേക്കുള്ള ഒരു തരം ചൈതന്യം കൊടുത്ത് പ്രകാശപൂർണമായ ഒരു ജീവിതം കൊടുക്കുന്നതിൻ്റെ പേരാണ്. ക്രിസ്തുവിന്റെ ഓരോ നോട്ടത്തിനും അനേകം മിഴികൾക്ക് പുതിയ തെളിച്ചം കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തു നോക്കിയപ്പോൾ പത്രോസ്ലീഹയുടെ ഉള്ളു പിടഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളുടെ ചില നോട്ടങ്ങൾ നമുക്ക് കുറെ കൂടി ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട് ഈ ജനക്കൂട്ടത്തേക്ക് പുതിയൊരു ദർശനം കൊടുക്കാൻ പറ്റുമോ? ആ ദർശനങ്ങൾ സ്വീകരിച്ചവരാ നമ്മള്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ യോനായെ പോലെ ഒളിച്ചോടുന്നവരായിട്ട് പോവാ. പ്രകാശം കെടുത്തിയിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നവരായിട്ട് പോവാ. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? യോനായ്ക്ക് സംഭവിച്ച അതേ ദുരന്തം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക. എന്താ? അവനെ കയറ്റുന്ന ആ കപ്പലിൽ പോലും ദുരന്തങ്ങൾ ആരംഭിക്കുക. നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പ്രകാശം കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടവർക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ സങ്കടമൊഴികൾ വീണ്ടും നമ്മൾ ഏറ്റുവാങ്ങുന്നവരാകാം. അതുകൊണ്ട് ഒന്ന് മാറാനായിട്ട് നമുക്ക് പറ്റുമോ? ചില ദർശനങ്ങൾ കൊടുത്ത് നമുക്കൊരു ഈ ലോകത്തെ ഒന്ന് രൂപപ്പെടുത്താനാവോ? ആ മൂന്നാമത്തെ തലം കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്നേഹത്തിന്റെ വീഞ്ഞ് നമ്മളുടെ ജനക്കൂട്ടത്തിന് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളൊരു കുഞ്ഞിനെ അടിച്ച് നന്നാക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിലാ സ്നേഹത്തോടു കൂടിയിട്ട് അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുക. ക്രിസ്തുവിനോട് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രമേൽ ആദരവ് തോന്നുന്നത്? അത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാ. സ്നേഹത്തിന്റെ സുവിശേഷം ലോകത്തിലേക്ക് മുഴുവൻ അവനൊരു പുതുവീഞ്ഞു പോലെ കൊടുത്തതിന്റെ പേരില. ആ സ്നേഹം വിളമ്പാനുള്ള പ്രക്രിയ മാത്രമായിരുന്നു ക്രിസ്തുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൻ ഒരു ഒറ്റ സ്ഥലത്ത് പോലും തങ്ങിയില്ല. മറിച്ച് സ്നേഹം കൊടുക്കുന്നതിനു വേണ്ടി അവൻ കാൽവരിയോളം മുകളിലേക്ക് ഉയർന്നു എന്ന് പറയുന്നത്. ചിഞ്ചുമോൾ എന്ന് പറയുന്ന 3ാം ക്ലാസ്സുകാരി അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്തിനാ ഈശോ ഇങ്ങനെ കൈവിരിച്ച് പിടിച്ചു നിൽക്കുന്നേ? ഒരു കുരിശുമരത്തിന്റെ മുകളിൽ എന്തിനാ ക്രിസ്തു ഇങ്ങനെ കരം പിടിച്ചു നിൽക്കുന്നേ? അമ്മ മോളോട് ഒരു മറുചോദ്യം ചോദിച്ചു, മോളെ, നീ അമ്മേനെ എത്രത്തോളം സ്നേഹിക്കുന്നേ? ഇത്രത്തോളാണോ അമ്മയെ സ്നേഹിക്കുന്നത്? അവള് പറഞ്ഞു, അല്ല, ഞാൻ അമ്മയെ ഇതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അമ്മ വീണ്ടും കൈവിരിച്ചിട്ട് പറഞ്ഞു, ഇത്രത്തോളാണോ മോൾ എന്നെ സ്നേഹിക്കുന്നത്? അവള് പറഞ്ഞു, അല്ല അമ്മേ, അതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാ. പിന്നെ ചോദിച്ചു, എത്രത്തോളാ? അവൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ദേ ഇത്രത്തോളം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഇതുപോലെ ഒരു സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു ക്രിസ്തു കാൽവരിയിൽ നടത്തിയത്. അതുകൊണ്ടല്ലേ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും യഹൂദരും പടയാളികളും ഒക്കെ കരുതി ക്രിസ്തുവിനെ കൊന്നുകഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ അവർക്ക് ഇഷ്ടമുള്ള പോലെ രൂപപ്പെടുത്താമെന്ന് അവർ കരുതുക. എന്നിട്ടും അവരുടെ ആ ചിന്തകളെ മുഴുവൻ ക്രിസ്തു തെറ്റിക്കുന്നത് എന്താ? ഈ ഒരു സ്നേഹത്തിന്റെ വീഞ്ഞ് കൊടുത്തതിന്റെ പേരിലാണ്. സ്നേഹത്തോളം വിലപ്പെട്ടതായിട്ട് ലോകത്തിൽ എന്താ ഉള്ളത്? സ്നേഹത്തോളം വിലപ്പെട്ടതായിട്ട് ലോകത്തിൽ എന്താ ഉള്ളത്? എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നെടുവേർപ്പെടുന്നുണ്ടെങ്കിൽ അറിയണം, സ്നേഹത്തിന് വേണ്ടി നമ്മൾ നമ്മളുടെ കരമൊന്നും നീട്ടിയിട്ടില്ല.
നമ്മുടെ കരം നമുക്ക് എപ്പോഴാണോ നമുക്ക് നീട്ടാനായിട്ട് പറ്റുന്നത്, അപ്പോൾ മുതൽ നമ്മൾ എന്തായിത്തീരുന്നു? സ്നേഹത്തിന്റെ സുവിശേഷം വിളമ്പുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. നമുക്ക് ഓർക്കാം, ഈ സ്നേഹത്തിന്റെ നിയമങ്ങൾ സൂക്ഷിക്കുന്നവനാണോ ഞാനും നിങ്ങളും എന്നൊക്കെ. ഇനി അവസാനമായിട്ട് ഈ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെ ജീവിക്കുക എന്നുള്ളതാണ്. വലിയ വലിയ ബഹളത്തോടെ ഒന്നും ജനക്കൂട്ടത്തെ രൂപപ്പെടുത്താനായിട്ട് നോക്കണ്ട. എൻ്റെയും നിങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ സാന്നിധ്യത്തിലൂടെ, ചില പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് രൂപപ്പെടുത്താനായിട്ട് പറ്റും. ചില പ്രാർത്ഥനയുടെ വിചാരം കൊണ്ട് മാത്രമേ ജനക്കൂട്ടത്തെ രൂപപ്പെടുത്താനാവുള്ളൂ. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അറിയാത്തവരൊന്നും അല്ല ഈ പ്രോഗ്രാം കാണുന്ന നമ്മളാരും. എല്ലാവർക്കും പറയാനുണ്ട്, പ്രാർത്ഥനയിലൂടെ വെളിച്ചം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ജനക്കൂട്ടത്തെ രൂപപ്പെടുത്തണമെങ്കിൽ ചില പ്രാർത്ഥനയുടെ സൂക്തങ്ങൾ എനിക്കും നിങ്ങൾക്കും സൂക്ഷിക്കാനാവണം. അത് പ്രാർത്ഥനയുടെ ചൈതന്യത്തിലേക്ക് വളരാനുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. ആ പഴയ ഒരു സിനിമാ ഗാനം മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. പണ്ടൊരു മുക്കുവൻ മുക്കിനു പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, അരയത്തിപ്പെണ്ണ് തപസ് ചെയ്തു, അവനെ കടലമ്മ കൊണ്ടുവന്നു. 4 വരിയുള്ളൂ. അതിൽ പറയുന്നത് എന്താ? ഒരു പാവം പെണ്ണ് തപസ് ചെയ്ത് പ്രാർത്ഥനയോടുകൂടെ കിടന്നപ്പോ ആ കടലിന്റെ ഏതൊക്കെയോ അതിർത്തിയുടെ ഉള്ളിൽ പോയി കിടക്കുന്ന ആ ചെക്കനെ എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുന്നതായിട്ട് 4 വരി കവിതയുണ്ട്. ആ സിനിമയിലെ ആ പാട്ടിന്റെ തന്നെ ഒരു 4 വരി അവസാനം പാടുന്നത് ഇങ്ങനെയാ: വീണ്ടും പണ്ടൊരു മുക്കുവൻ മുക്കിനു പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, അരയത്തിപ്പെണ്ണ് പിഴച്ചുപോയി, അവനെ കടലമ്മ കൊണ്ടുപോയി എന്നാ പറയുന്നത്. ഒരു പെണ്ണിന്റെ പ്രാർത്ഥന നശിച്ചപ്പോൾ ആ കടലിലേക്ക് അദ്ദേഹത്തെ ആ കടലമ്മ കൊണ്ടുപോയി എന്നാ പറയുന്നത്. പ്രാർത്ഥനയുടെ ബലം ഉണ്ടാവണം നമ്മുടെ ജീവിതത്തെ മുഴുവൻ. അതിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കുന്നതിനുള്ള വലിയ ബലം എനിക്ക് നിങ്ങൾക്കും കണ്ടെത്താൻ പറ്റുള്ളൂ. സ്നേഹമുള്ളവരെ, നമുക്ക് ഓർക്കാം, ഈ ജനക്കൂട്ടത്തെ ക്രിസ്തു രൂപപ്പെടുത്തിയത് മുഴുവൻ ഈ പ്രാർത്ഥനയുടെ ചൈതന്യത്തോടെയാണ്. അവൻ മാറി നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. ആ സഹിയോൻ ശാലയിലും അല്ലെങ്കിൽ അവസാന ആ മേശയുടെ മുമ്പിലൊക്കെ അവൻ ചെയ്തിരുന്നത് ഈ ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഈ ജനക്കൂട്ടത്തെ രൂപപ്പെടുത്താനും അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ തുടങ്ങാനും ആഗ്രഹിക്കുന്നവര് ഈ പ്രാർത്ഥനയുടെ വെളിച്ചം കൂടി സ്വന്തമാക്കണം എന്ന് ഈ ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന വാചകം ഇനിമേൽ ക്രിസ്തു നമ്മളോട് പറയില്ല. വേലക്കാര് അധികമാണെന്ന് മാത്രം ഇനി അവിടെ നിന്ന് പറയാൻ ഇടവരുത്തട്ടെ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, അങ്ങ് ജനക്കൂട്ടത്തെ രൂപപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിത വഴികളിലും ജനക്കൂട്ടത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അതിനാദ്യം ഞങ്ങളെ തന്നെ ഞങ്ങൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള മനുഷ്യജീവന്റെ മഹത്വം മനസ്സിലാക്കാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ടെങ്കിൽ അത് നീ എടുത്തു കളയണമേ. മനുഷ്യ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്നവരാകാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ജീവിത വഴികളിൽ പ്രകാശം പരത്തുന്ന മക്കളായിട്ട് തീരുമ്പോഴാ ജനക്കൂട്ടത്തെയും ഞങ്ങളെയും ഞങ്ങൾക്ക് രൂപപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. ഈശോയെ, സ്നേഹമെന്ന് പറയുന്ന ആ പൂർണ്ണ വികാരം ഏറ്റെടുക്കാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. അങ്ങ് ലോകത്തെ പഠിപ്പിച്ച ഒരൊറ്റ നിയമമേ ഉണ്ടായിരുന്നുള്ളൂ, സ്നേഹത്തിന്റെ നിയമം. ആ നിയമം ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിത വഴികളിലൂടെ കണ്ടെത്താനും ജനക്കൂട്ടത്തിലേക്ക് ആ നിയമത്തെ സന്നിവേശിപ്പിക്കാനും വേണ്ട കൃപാവരം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന രക്ഷകന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പുതിയ ഒരു ജനത അങ്ങ് രൂപപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയും ഞങ്ങളുടെ സമൂഹത്തോടു കൂടെയും ഉണ്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
കാർഷിക സംസ്കാരത്തിന്റെ വൈജ്ഞാനിക മേഖലയും ക്രൈസ്തവ പ്രേഷിത ദൗത്യവും ജീവിതയാത്രയിൽ സമന്വയിപ്പിച്ച വനിത. കാർഷിക സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറും കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ മേരി റെജീന സഹയാത്രികയിൽ നിങ്ങളോടൊപ്പം. സഹയാത്രിക, വെള്ളി രാത്രി 8 മണിക്ക്. ബാല്യകൗമാര കാലഘട്ടങ്ങളിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും സ്കൂളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കുട്ടികൾ നേരിടുന്ന ദുരനുഭവങ്ങൾ അവരുടെ മനസ്സിലെ വർണ്ണങ്ങളെ, സ്വപ്നങ്ങളെ, ചിന്തകളെ തകിടം മറിക്കുന്നു. വികലമായ കുഞ്ഞു മനസ്സുകളെ ദൈവവചനത്തിന്റെ ഉൾക്കരുത്തിനാൽ വീണ്ടെടുക്കുന്ന ഒരു പ്രത്യേക പരിപാടി. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ. ക്രിസ്ത്യൻ ശുശ്രൂഷയിലൂടെ അനേകം കുട്ടികൾക്ക് നേർവഴി കാട്ടിയ ശ്രീ സന്തോഷ് ടി കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു നമ്മുടെ ശാലോം ടിവിയിലൂടെ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ, നാളെ രാത്രി 9 മണിക്ക്. വാഗീശസ്പന്ദന ശ്രുതിതാളം, ആനന്ദദായക ദൃശ്യമേളം, ഭാവരാഗതാളമയം ജീവിതം, സർവേശ സമന്വിതമാകണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. ഹരിത കേരളം, മഹിത ഭാരതം, ആദിയുഗത്തിൽ ഏറ്റുവാങ്ങിയ വചന പൈതൃകം. വിതച്ചിറക്കണം, നനച്ചെടുക്കണം, അതിരണിഞ്ഞു പാകമാകണം. കൊയ്തു 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 വിളവെടുക്കണം. മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം, മാടപ്പിറാവായി പറക്കണം. പുറങ്ങളിൽ പ്രഘോഷിക്കുവിൻ നിങ്ങൾ ചെവിയിലേറ്റുവാങ്ങിയ രഹസ്യദൂതുകൾ. ഇരുളകറ്റണം,